പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വ്യാജ പീഡന കേസിൽ 13 പ്രതികൾക്കെതിരെ അന്തിമ കുറ്റപത്രം നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തന്ത്രിയുടെയും മരുമകൻ ടി.എ. അരുണിനെതിരെയുമുള്ള വ്യാജ പീഡന കേസിൽ ബാനസവാടി പോലീസ് അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ 13 പ്രതികളെയാണ് പോലീസ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തന്ത്രിയുടെ സഹോദരപുത്രൻ പ്രവീൺ കാനാടിയാണ് കേസിലെ മുഖ്യപ്രതി. ഗൂഢാലോചനയിൽ പങ്കാളിയായ തൃശൂർ അന്തിക്കാട് സ്വദേശിനി ബീന മേലേടത്ത് 13ാം പ്രതിയായി പുതുതായി ഉൾപ്പെടുത്തി. മസാജ് പാർലർ ജീവനക്കാരിയായ സ്ത്രീയെ പൂജയ്ക്കെന്ന വ്യാജേന ക്ഷേത്രത്തിലെത്തിച്ച് തെളിവുകളുണ്ടാക്കി വ്യാജ പീഡന കേസ് ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ബംഗളൂരു സ്വദേശിനിയും മസാജ് പാർലർ ജീവനക്കാരിയുമായ രത്ന ഉൾപ്പെടെയുള്ളവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. 2025 മെയ് 29 രത്ന നൽകിയ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരു പോലീസ് അരുണിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അരുണിന് ജാമ്യം ലഭിച്ചു. പോലീസ് കേസ് അന്വേഷണത്തിൽ തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ തന്ത്രി ഉണ്ണി ദാമോദരനും മകൾ ഉണ്ണിമായയും നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അരുണിനെ ആസൂത്രിതമായി കേസിൽ കുടുക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തിയത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപയുടെ ഇടപാട് നടന്നതിന്റെ രേഖകളും ഫോൺ സംഭാഷണങ്ങളുടെ ക്ലിപ്പുകളും അന്വേഷണ സംഘം കണ്ടെത്തിയതായി കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. പ്രവീൺ, രത്ന, ബീന എന്നിവർക്ക് പുറമെ മോണിക്ക, മുഹമ്മദ് ആലം, PS ശരത് മേനോൻ, സജിത്ത്, മഹേഷ് ഷെട്ടി, തന്ത്രിയുടെ ജ്യേഷ്ഠൻ ദേവദാസ്, മകൻ ശ്രീരാഗ് കാനാടി, മറ്റൊരു ജ്യേഷ്ഠൻ വേണുഗോപാൽ, ജ്യേഷ്ഠപുത്രൻ സ്വാമിനാഥൻ, ഭാര്യ രജിത എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ. 5 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗൂഢാലോചന, വ്യാജ പീഡന കേസ്, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെയുള്ളത്.